അതിനെ നിറവുകളാക്കി മാറ്റുവാനുമായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മുടെ ഒക്കെ ജീവിതങ്ങൾ ധന്യമാകുന്നത്. ഒരിക്കലും എൻ്റെ സമൂഹത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ കുറവ് ഇല്ലാതായിക്കൊണ്ട് അല്ലെങ്കിൽ ആ കുറവിനെ മാറ്റി നിർത്തിക്കൊണ്ട് എനിക്ക് അവളെ സ്നേഹിക്കുവാൻ, അവളെ അമ്മായിട്ട് ഒരു കുടുംബജീവിതം നയിക്കുവാനോ നമ്മൾ ആർക്കും സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് ഭർത്താവിൻ്റെ കുറവുകളുണ്ടാകാം, പോരായ്മകളുണ്ടാകാം. ആ സ്വഭാവത്തോടുകൂടി എന്തൊക്കെയാണ് എന്താണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഒക്കെ ജീവിതങ്ങൾ ധന്യമാകുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് ഈ കുടുംബയോഗമൊക്കെ കൂടുമ്പോൾ നമ്മുടെ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുവാൻ, നമ്മുടെ കുടുംബജീവിതം എപ്രകാരമാണ് മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് സഭയുടെ ചെറിയ പതിപ്പാണല്ലോ കുടുംബം എന്ന് പറയുന്നത്. കുടുംബത്തിൽ നിന്നാണ് വൈദികരും സന്യസ്തരും എല്ലാ മക്കളും ലോകത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്നത് അല്ലെങ്കിൽ മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുന്നതാണ് അവരുടെ ജീവിതാവസ്ഥ. സൗകര്യം നമ്മുടെ ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടില് ഈ റാമ്പിന്റെ അടിവശത്ത് ടോയ്ലറ്റുണ്ട്. അവിടെ നമുക്ക് പോകാൻ ഉപയോഗിക്കാനാണ്. വെള്ളവും ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടില് കുടിക്കാനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മൾ ആരംഭിക്കുന്നതാണ്. 15 മിനിറ്റ് ലേറ്റ് ആണ് പോകുന്നത്. നമുക്ക് 11:30 ഓഡിറ്റോറിയത്തിൽ മീറ്റിംഗ് തുടങ്ങാവുന്ന രീതിയിൽ ഈ ഫസ്റ്റ് ട്രോയിൽ വന്നിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണ്. ജോസഫ് മത്തായി, മേരിക്കുട്ടി മത്തായി. ജോസഫ് മത്തായി, മേരിക്കുട്ടി മത്തായി. KS സ്കറിയ ആൻഡ് മേരിക്കുട്ടി സ്കറിയ. KS സ്കറിയ ആൻഡ് മേരിക്കുട്ടി സ്കറിയ. ബേബി ആന്റണി, അന്നമാമ ബേബി. Joseph and Mary Joseph. അച്ഛനോട് വരാനുണ്ടല്ലോ. ജോസഫ്.
of blessing, sent from the Savior above. There shall be seasons refreshing, sent from the Savior above. Showers of blessings, showers of blessings we need. Message of shoulders are falling before the showers we plead. അരകത്ത് മണ്ണ് കുടുംബയോഗത്തിൻ്റെ പരിപാടികൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഏതാണ്ട് ഒരു വർഷക്കാലമായി ഇതുപോലെയൊരു കുടുംബയോഗം സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യോഗം കൂടുകയും അതിന് പിന്നാലെ സിജോ അച്ഛൻ്റെ കഠിനമായ പ്രയത്നം കൊണ്ട് നാം ഇന്ന് കുടുംബയോഗത്തിന് ഇവിടെ രൂപം കൊടുത്തിരിക്കുകയാണ്. അതിലേക്ക് കടന്നു വന്ന എല്ലാവരെയും ഈ ചെറുകുഴിപ്പാലം ആശ്രമത്തിലേക്ക് ഈ ആശ്രമത്തിൻ്റെ സുപ്രീം നിലയിൽ സ്വാഗതം ചെയ്യുകയാണ്. ഡോക്ടർ ജിജി ജോസഫ്, and Mr. Shivu Matthew, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, സുഹൃത്തുക്കൾ. അപ്പോൾ ഞാൻ നോക്കി ഇതെങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? കാരണം അച്ഛൻ പറഞ്ഞതുപോലെ അബ്രഹാമിന് വിളി അനുസരിച്ച് പുതിയ ഇടങ്ങൾ തേടി പലരും പല സ്ഥലങ്ങളായിട്ട് ചിതറി കിടക്കുകയാണ്. ചിലർ മലബാറിലെ കിഴക്ക്, തങ്കമണി, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ. അതുപോലെ തന്നെ കുറച്ച് പേര് ഗൾഫിലൊക്കെ ഉണ്ട്. അതുപോലെ ബിജിയൊക്കെയാണ് എബ്രോഡാണ്. ഇവരൊക്കെ വരുന്ന സമയത്ത് അതിൽ കുട്ടികളുടെ അതുപോലെ തന്നെ വിദ്യാഭ്യാസം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒത്തുചേർന്ന് എങ്ങനെയാണ് ഇത് സംഘടിപ്പിക്കുക, എത്ര പേർക്കാണ്? അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എങ്കിലും വളരെ അച്ഛൻ്റെ നേതൃത്വത്തിൽ ആദ്യം തന്നെ അച്ഛനൊരു ബിഗ് താങ്ക്സ്. കാരണം ഇത്രയും പേരെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും പേര് ഇവിടെ എത്തിച്ചേരുമെന്ന്. അതുപോലെ തന്നെ നമ്മുടെ ബാബുച്ചായനുണ്ട്, അതുപോലെ തന്നെ ബാബുച്ചായൻ്റെ സഹോദരൻ, ഇവരെല്ലാവരും എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഈ ഇൻ്റർനെറ്റ് യുഗത്തിൽ ഇതുപോലെയുള്ള കുടുംബയോഗങ്ങൾക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. കാരണം നമ്മൾക്ക് പലർക്കും ഡിജിറ്റൽ മാധ്യമങ്ങളിൽ കൂടെ എല്ലാവരെയും പരിചയമുണ്ട്. പലരുടെയും പ്രൊഫൈലിൽ ചിലപ്പോൾ ഒരു പൂവായിരിക്കാം, ചിലപ്പോൾ പൂച്ചയായിരിക്കാം. അപ്പോൾ നമ്മൾ എന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ ആൾക്കാരുമായിട്ട്. ഇന്ന ആൾ ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയാം, പക്ഷേ ചിലപ്പോൾ നേരിൽ കണ്ടാൽ നമ്മൾ അറിയത്തില്ലായിരിക്കും. അപ്പോൾ ഇന്നത്തെ യുഗത്തിലെ ഈ കുടുംബ സംഗമങ്ങൾക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. വളരെയധികം ത്യാഗങ്ങൾ. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് പറയുകയാണെങ്കിൽ നമ്മളെ സ്കൂൾ അവധി കിട്ടുമ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അങ്ങ് പോവുകയാണ്. കാരണം ചിലപ്പോൾ തങ്കമണിയിലായിരിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, പിന്നെ അങ്ങ് കണ്ണൂർ പോയത് നമ്മുടെ ബാബുച്ചാൻ്റെയൊക്കെ വീട്ടിൽ. ചിലപ്പം പായിപ്പാടായിരിക്കും, ചിലപ്പം പാറമ്പുഴയായിരിക്കും. അപ്പം നമുക്ക് ഒരു കൺസേൺ ഇല്ല. അപ്പം നമ്മുടെ മാതാപിതാക്കൾക്കാണെങ്കിലും അവരവിടെ സേഫാണ് എന്നൊരു ചിന്തയാണ്. അപ്പം നമുക്ക് ആ വീട്ടിലുള്ള അംഗങ്ങളെ അറിയാം, അതുപോലെ തന്നെ അവരുടെ അയൽഭാഗത്തുള്ള വീടുകൾ വരെ നമുക്കറിയാം. പക്ഷെ ഇന്നത്തെ യുഗം അങ്ങനെയല്ല. ഇപ്പോൾ എനിക്ക് തന്നെയാണ് മക്കളുണ്ട്. എനിക്കിപ്പം കുട്ടികളെ തന്നെ വിടാൻ ഭയങ്കര ഒരു പേടി പോകണം. അപ്പം ഇന്നത്തെ യുഗത്ത് കംപ്ലീറ്റ് നമ്മൾ എല്ലാവരുമായിട്ടും ബന്ധപ്പെടുന്നത് സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, വാട്സാപ്പ് ഇതുപോലെയുള്ള മാധ്യമങ്ങൾ വഴിയാണ്.
അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള കുടുംബ സംഭവങ്ങൾ വളരെയധികം പ്രസക്തിയുണ്ട്. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ അംഗങ്ങളുടെ പേരിലും അടകാത്തമണ്ണിലെ എല്ലാ കുടുംബാംഗങ്ങളുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും എൻ്റെ ഹൃദയവും ഭാഷയും എല്ലാ ആശംസകളും അറിയിക്കുന്നു, നിർത്തുന്നു. അമ്മച്ചി, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് കർത്താവ് ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന് ബൈബിളിലുണ്ട്. ഇന്ന് കർത്താവ് ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. മനോഹരമായ ഒരു ദിവസം. ഇന്ന് നമുക്കെല്ലാവർക്കും പല ദേശങ്ങളിലും പല കുടുംബങ്ങളിലുമായിരുന്നു നമുക്കെല്ലാവർക്കും കൂടി ഇന്നിവിടെ ഒന്ന് ചേരുവാൻ, കർത്താവിൻ്റെ ഈ മഹനീയമായ ദിവസത്തിൽ ഒന്ന് ചേരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ എല്ലാവരെയും അനുവദിച്ചു. ഇത്രത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ സുബോധത്തോടെ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇരിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ചു എന്ന് ഓർക്കുമ്പോൾ എൻ്റെ പൊന്നുനാഥനെ ഞാൻ സ്തുതിക്കുന്നു. എൻ്റെ അമ്മച്ചി 9ാമത്തെ വയസ്സിൽ വായ്പൂരിൽ നിന്ന് ഹൈറേഞ്ചിലേക്ക് ഇപ്പം ജോബച്ചൻ പറഞ്ഞ വെള്ളിച്ചായൻ്റെ 2ാമത്തെ മകളാണ്. അമ്മച്ചി ഇങ്ങനെ വരുമ്പോൾ അമ്മച്ചി എന്ന് ഞങ്ങളോട് പറയുന്ന കുഞ്ഞുനാളിലെ പോലെ പറഞ്ഞു കേൾക്കുന്ന കഥ ഞാൻ 80ാമത്തെ വയസ്സിൽ ഈ ഹൈറേഞ്ചിലെല്ലാം ആനകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അമ്മ പോലും ഇല്ലാതെ അമ്മച്ചിയുടെ കൈ പിടിച്ചുകൊണ്ട് വന്നതാണ് എന്ന് പറയുന്നുണ്ട്. എൻ്റെ അച്ചാച്ചൻ്റെ വീട്ടിൽ എല്ലാവരും തന്നെ ഹൈറേഞ്ചിലായിരുന്നു. അമ്മച്ചി ഈ വായ്പൂരിൻ്റെ കാര്യം എപ്പോഴും പറയും. ഞാൻ എന്നിട്ട് എൻ്റെ കുഞ്ഞു മനസ്സിലോർത്തു, എൻ്റെ പേര് ഈ പ്രദേശത്താണല്ലോ. ആ മണിമലയാറിൻ്റെ തീരത്ത് അമ്മച്ചി ഇങ്ങനെ ഓടിപ്പോകുന്ന കഥകൾ ഇങ്ങനെ പറയാറുണ്ട്. കുഞ്ഞു കൊച്ചായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നതും വള്ളംകളി കാണുന്നതും അപ്പച്ചി ഇങ്ങനെ സ്ട്രിക്റ്റായിട്ട് പഠിപ്പിക്കുന്നതും ഇങ്ങനെ മാറ്റാൾ പണിയൊക്കെ ആയിട്ട്
ആശ്രമത്തിൻ്റെ സുപ്രീയറായിരുന്നു. അതിനുശേഷം പുതിയതായിട്ടാണ് അച്ഛൻ ഇങ്ങോട്ട് അപ്പോയിൻമെൻറ്റ് വന്നിട്ട് ഇവിടെ ഒരു 2-3 ആഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ക്ഷണം സ്വീകരിക്കുകയും വരാമെന്ന് ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഞാൻ വരാലോ എന്ന് പറഞ്ഞ് വളരെ സ്നേഹത്തോടെ 11 മണി മുതൽ ഇതുവരെ നമ്മുടെ കൂടെ ഒപ്പം ഉണ്ടായിരുന്ന നമ്മുടെ കുടുംബത്തിൻ്റെ അംഗമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ബെന്നിയച്ഛന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. 6 മക്കളുണ്ടായിരുന്നതിൽ ഏറ്റവും മൂത്ത മകളാണ് തങ്കമ്മച്ചി. തങ്കമ്മച്ചി ഒരു 73 വയസ്സായപ്പോൾ മരിച്ചുപോയി. തങ്കമ്മച്ചിയുടെ മകൻ ഇവിടെ വന്നിട്ടുണ്ട്, ജിജോമോൻ വന്നിട്ടുണ്ട്. ജിജോമോൻ ഇവിടെ കരുതിക്കാവും. അവർക്ക് തങ്കമ്മച്ചിക്ക് 4 മക്കളുണ്ട്. 4 മക്കൾ, 2 ആണും 2 പെണ്ണും. അതിൻ്റെ ഒരു മോനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരാൾ ഒമ്പതയാണ് ജിജോമോൻ. ഇവര് കുടുംബമായിട്ട് കാഞ്ചിയാറിലാണ് താമസിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാറിലാണ് താമസിക്കുന്നത്. ഇവർക്ക് 2 കുഞ്ഞുങ്ങൾ, 2 പെൺമക്കൾ. അവരുടെ 2 പേരുടെ പേര് അല്ലായും എലിനായും. നമുക്ക് ഏറ്റവും മൂത്തത് സിജിമോള്. ഇപ്പോൾ താമസിക്കുന്നത് കോതമംഗലത്തിനാണ്. രണ്ടാമത്തെ ജിസിമോള് താമസിക്കുന്നത് കോഴിമല എന്ന സ്ഥലത്താണ്. പിന്നെയുള്ള ആളാണ് ജോമോനും ജിജോമോനും കാഞ്ചിയാർ. അവർ രണ്ടുപേരും ഇടുക്കി ജില്ലയിലാണ്. അവരെ റെപ്രസെന്റ് ചെയ്താണ് ഇവരിപ്പം വന്നിരിക്കുന്നത്. ജോമോൻ ഓൺ ദ വേ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മളോടൊപ്പം ചെയ്യുന്നത്. അടുത്ത ആളാണ് തങ്കമ്മച്ചി കഴിഞ്ഞാൽ പിന്നെ മേരിക്കുട്ടി. എൻ്റെ അമ്മ ഇവർക്ക് 4 മക്കളാണ്. അതിൽ ഏറ്റവും മൂത്തത് ഞാനാണ്. എൻ്റെ അമ്മയെ ഷാജി മസ്കറ്റിലാണ്. അവർക്ക് 4 മക്കൾ. എനിക്ക് 2 മക്കള്. മോള് MSc കഴിഞ്ഞു, മോന് ഇപ്പൊ B.Com പഠിച്ചോണ്ടിരിക്കുന്നു. അവർക്ക് 4 മക്കളാണ്. 3 പെണ്ണും ഒരാളും. ഇപ്പൊ ഈ പ്രാവശ്യത്തെ എൻട്രൻസ് റാങ്കിൽ നല്ലൊരു മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 619 റാങ്ക് കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ മൂത്ത മോൾക്ക് MBBS എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ടോമിയും ഈ പഞ്ചായത്തിൽ ഓവർസിയറായിട്ട്, 2nd ഗ്രേഡ് ഓവർസിയറായിട്ടാണ് ടോമി ജോലി ചെയ്യുന്നത്. മരിയാപുരം പഞ്ചായത്തിൽ, ഇടുക്കി ജില്ലയിൽ തന്നെ. ഇപ്പോൾ ഇവിടെ ബഹ്റിനെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ ഇവിടെ നാട്ടിൽ വന്നിരിക്കുകയാണ്. നാട്ടിൽ വന്നിട്ട് ഇവരിപ്പോൾ UK പോകാനായിട്ട് എല്ലാം സെറ്റായിരിക്കുന്നവരാണ്. ഷിൻഡോയ്ക്ക് ജസ്റ്റ് വെയിറ്റ്, ഇത് വിസ ഏതാനും ദിവസങ്ങളിൽ വരും. ഷിൻഡോ ആദ്യം UK പോകും, അതിനുശേഷം ഇവർ പോകും. ജിഷയും ഈ മക്കളും. ജോമോന് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോനാണ്, മൂത്ത മോനാണ് ജോമോന്. ഇപ്പം നല്ലൊരു ബിസിനസ് അദ്ദേഹം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഏലക്കായുടെ സോർട്ടിങ്, അതിൻ്റെ മറ്റൊരു കുട്ടിയും ഇവിടെ വന്നിട്ടില്ല. മറ്റൊരു കുട്ടിയുണ്ട്, പ്രിൻസി. അവളും ഫാമിലിയും ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല. അവരുടെ എല്ലാവിധ ആശംസകളും അനുമോദനങ്ങളും ഈ കുടുംബയോഗത്തിൽ നേർന്നുകൊള്ളുന്നു. പിന്നീട് ഞങ്ങളുടെ റോസമ്മ ചേച്ചിയും അളിയനും ഇവിടെ 2 മക്കളുണ്ട്, മെർലിൻ. അവർക്കും ഇവിടെ വരാൻ സാധിച്ചിട്ടില്ല. മെർലിക്ക് 1 മകളും മെർലിൻ്റെ 2 മക്കളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അളിയൻ ഡ്രൈവറാണ്. ബേബിച്ചൻ കുടുംബവുമാണിത്. ബേബിച്ചൻ, വൈഫ് സിനി, ജോയൽ, നോയൽ. ബേബിച്ചൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്. സിനി നല്ലൊരു തയ്യൽക്കാരിയും. അവരുടെ കുടുംബം അങ്ങനെ സന്തോഷകരമായി മുന്നോട്ട് പോകുന്നു. ഇതാണ് ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം. ഞങ്ങൾ 8 മക്കളാണ് ഉള്ളത്. ചേട്ടാനിയന്മാരും പെങ്ങന്മാരും കൂടി 8 മക്കളാണ്. മൂത്ത സഹോദരൻ തങ്കച്ചൻ, രണ്ടാമത്തത് ബേബിച്ചൻ, മൂന്നാമത്തത് മേരി, നാലാമത്തത് അന്നമ്മ, അഞ്ചാമത്തത് ഞാനാണ്. എൻ്റെ ഇളയ സഹോദരൻ 6ാമതുണ്ട്, 7ാമത് ഒരു സഹോദരി. എനിക്ക് 2 മക്കളാണുള്ളത്. ഞങ്ങൾ 6 പെൺമക്കളാണ് അച്ചാച്ചനുള്ളത്. അമ്മച്ചിക്ക് വരാനുള്ള അസൗകര്യം, ശാരീരികമായ ബുദ്ധിമുട്ട് കൊണ്ട് അമ്മച്ചി വരുന്നില്ല. ഞാനാണ് ഏറ്റവും മൂത്തവള്. എൻ്റെ ഭർത്താവിന് സുഖമില്ലാത്ത കാരണം
പുള്ളിക്ക് ബസ് യാത്ര ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് പുള്ളി വന്നിട്ടില്ല. എനിക്ക് 3 മക്കളാണ്, 2 ആൺമക്കൾ, 1 പെണ്ണ്. മൂത്തവൻ നേഴ്സിംഗ് കഴിഞ്ഞു, രണ്ടാമൻ ഇലക്ട്രീഷ്യൻ, മൂന്നാമത്തവൾ ഇപ്പോൾ +1 2 ആണ്, 1 പെണ്ണ്. മൂത്തവൻ ജോണി മോൻ, അവൻ ബിടെക് കഴിഞ്ഞു, സൗദി അറേബ്യയിൽ പള്ളിയിൽ വന്നതാണ്. രണ്ടാമത്തവൻ MSW കഴിഞ്ഞു. മൂന്നാമത്തെ മോള് എൻട്രൻസ് പരീക്ഷ എഴുതിയിരിക്കുന്നു. ഇവിടെ പാലായി ബ്രില്യൻറ്റിലാണ്. അവളിൽ നിന്ന് ലീവിന് വന്നതാണ്. അവൾക്ക് 3 പെൺമക്കളാണുള്ളത്. മൂത്തവൾ +2 കഴിഞ്ഞു, ഫുൾ A+ ആണ് അവൾക്കുള്ളത്. അവൾ BSc നഴ്സിങ്ങിന് അഡ്മിഷൻ നോക്കിയിരിക്കുന്നു. ബാക്കി 2 പെൺകുട്ടികൾ. ഇത് എൻ്റെ അച്ചായൻ ജോസഫ് മത്തായി, എൻ്റെ അമ്മ മേരിക്കുട്ടി മത്തായി. ജോഷി ചേച്ചി എൻ്റെ അച്ചായൻ്റെ മൂത്ത മകള്, എൻ്റെ ചേച്ചി ജോഷി ചേച്ചി. അവൾ ഡൽഹിയിലാണ്, അവൾക്ക് വരാൻ പറ്റിയില്ല. ഒരു ഫാമിലിയൊക്കെ സെറ്റിലായിരുന്നു. അവർക്ക് 2 പിള്ളേർ, ഒരു മോളും ഒരു മോനും. മോള് +2 കഴിഞ്ഞു. അവളിപ്പം CUET എക്സാം എഴുതാനായിട്ട് അവൾ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ചേച്ചി വരാനുള്ളത്. പിന്നെ ചേട്ടൻ റെയിൽവേ ജോലി ചെയ്യുന്നു. ഇളയ മോന്, ചേച്ചിയുടെ ഇളയ മോന് ഇവിടെ പഠിക്കുന്നു. 10 ജയിച്ച് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ. രണ്ടാമത്തെ മോളാണ് ഞാൻ, ഷീന. എൻ്റെ മോളാണ്, എൻ്റെ രണ്ടാമത്തെ മോളാണ്. എനിക്ക് 2 പിള്ളേരാണ്. മൂത്ത മോനെ ഇന്ന് എൻട്രൻസിൻ്റെ അഡ്വാൻസ് എക്സാം എഴുതാനായിട്ട് കോട്ടയത്തിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ട് അവർ വന്നില്ല. അവൾ രണ്ടാമത്തെ മോള് +2 അവൾ കാഞ്ഞിരപ്പള്ളിയിൽ പഠിക്കുന്നു. ഹോസ്റ്റലിൽ പഠിക്കുന്നത്. ഞങ്ങൾ ജാർഖണ്ഡിലാണ് ജോലി ചെയ്യുന്നത്. അച്ഛന്മാരുടെ സ്കൂളിലാണ്, സെൻറ്റ് ഫ്രാൻസിസ് സ്കൂൾ. ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ അവധിക്ക് വന്നതാണ് 1 മാസത്തെ. എൻ്റെ ഹസ്ബൻഡ് പോണ്ടിച്ചേരിക്ക് പോയിരിക്കുകയാണ്. ഇവിടെ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാൻ പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ബുധനാഴ്ച വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ വരാറുള്ളത്. ഇത് ഷിബു, ഇളയ മകൻ. അവർ ഫാമിലിയായിട്ട് അബുദാബിയിലാണ്. അവൻ്റെ രണ്ടാമത്തെ മോന്, മൂത്തൊരു മോള്, മൂത്ത മോള് 8ിലോട്ട്. അത് രണ്ടാമത്തെ ഏജൻ, അവൻ LKG പഠിക്കുന്നു. ഒരു കുഞ്ഞു കൊച്ചും കൂടിയുണ്ട്, അവളെ സ്കൂളിൽ ചേർത്തില്ല. പിന്നെ അവൻ്റെ വൈഫ് ജെൻസി. ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി താലൂക്കിൽ ഉളിക്കൽ പഞ്ചായത്തിൽ കൂട്ടുപുഴ എന്ന സ്ഥലത്ത് താമസിക്കുന്നു. എൻ്റെ അച്ഛൻ്റെ പേര് കൗതക്കുട്ടി എന്നായിരുന്നു. പുള്ളി ഞങ്ങളെല്ലാവരും 1968 അങ്ങോട്ട് പോയതാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ 2012 വെച്ചു. അമ്മ സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ 4 മക്കളാണ്. ഞാൻ രണ്ടാമത്താണ്. എൻ്റെ മൂത്ത ലില്ലി, എൻ്റെ പേര് ബാബു, എൻ്റെ പേര് ലീല, ഇവരുടെ പേര് ജോയ്, ഇവരുടെ പേര്. എനിക്ക് 2 മക്കളാണ്. ഞാൻ 20 കൊല്ലം പട്ടാളത്തിൽ സർവീസ് ചെയ്തിട്ട് 2017 അല്ല 2007 റിട്ടയർഡായിട്ട് വന്നു. ഇപ്പം വീട്ടിൽ ശ്രമം നയിക്കുന്നു. പിന്നെ ഇവൻ്റെ റിസൾട്ടായിരുന്നു. എൻ്റെ മൂത്ത മകളുടെ 3 മക്കൾ. രണ്ടാമത്തെ എനിക്ക് 2 പേര്, എൻ്റെ ഇളയ ലീലയ്ക്ക് 3 പേര്, ഇവന് 2 പേര്. ബാക്കി റിസൾട്ടായിരുന്നു. ബോംബെയിൽ മെട്രോയിൽ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ അവിടെ തന്നെ എഞ്ചിനീയർ ജോലി ചെയ്യുന്നു. മകള് വിവാഹം കഴിച്ച് 3 പിള്ളേരുണ്ട്. ഇതാണ് എൻ്റെ മോള് പ്രഗ്നൻ്റായിരുന്നു. അപ്പോൾ അവൾ ഡേറ്റ് പറഞ്ഞത് 25 26 ഡേറ്റാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞങ്ങൾ അതിനോടനുസരിച്ച് വരാൻ സാധിക്കില്ലെന്നുള്ളൊരു പ്രശ്നത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഏതായാലും മിനിഞ്ഞാന്ന് അവളെ അഡ്മിറ്റ് ആക്കുകയും ഇന്നലെ അവൾ സുഖമായി പ്രസവിക്കുകയും ഒരു ആൺകുട്ടിക്ക് ജന്മം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇന്നലെ തന്നെ അവിടുന്ന് വൈകുന്നേരം 7 മണിക്ക് വണ്ടി കയറി ഇവിടെ പിന്നെ അച്ഛൻ ഞങ്ങൾ ഇവിടുന്ന് അറേഞ്ച് ചെയ്തു, എല്ലാ സൗകര്യം ചെയ്തു. ഇന്ന് ഞങ്ങൾ നാളെ തിരിച്ചു പോകുന്നതായിരിക്കും. എല്ലാവരും എല്ലാവരെയും കാണാനും പരിചയപ്പെടാനും പറ്റി വളരെ നന്ദി. ഞാൻ ജോൺസാൻ്റെ മകനാണ്. എൻ്റെ ഭാര്യ
മറ്റത് മോള് ജെഫി പൂനെയിൽ വർക്ക് ചെയ്യുന്നു. 2 മക്കളാണ്. ഒരാൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ ജോലി ചെയ്യുന്നു. ഇതാണ് ഞങ്ങളുടെ കുടുംബം. അച്ഛന് 3 മക്കളാണ്. 2 പെൺമക്കളും 1 മോനുമാണ്. 2 പേരെ കെട്ടിച്ചു വിട്ടു. അവർ ഒരാൾ മോദിയിലും ഒരാൾ എഴുന്നൂറ്റിലും താമസിക്കും. ഇതാണ് എൻ്റെ ഹസ്ബൻഡ്. ഞങ്ങൾ പാറമ്പുഴ, കോട്ടയം പാറമ്പുഴ സംക്രാന്തിക്കായിട്ട് മെഡിക്കൽ കോളേജുമായിട്ടാണ് ഞങ്ങളുടെ വീട്. എൻ്റെ 2ാമത്തെ മകൻ്റെ വൈഫും മൂത്ത കൊച്ചും ഇളയ കൊച്ചും. എൻ്റെ ഇളയ മോൻ, മൂത്ത മോൻ UK നേഴ്സായിട്ട് അവൻ ഫാമിലിയും വർക്ക് ചെയ്യുന്നു. 2 പിള്ളേരെ. മൂത്ത മോൾ MBBSന് ദൈവസഹായത്താൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇളയത് ജോബ്. എൻ്റെ ജോബച്ചൻ്റെ പേരിടണമെന്ന് അന്ന് ചെറുപ്പത്തിൽ ഞാൻ ജോബച്ചനെ കണ്ടതാണ്. ഞാൻ ഒത്തിരി എടുത്തോണ്ടാണ് ഈ കൊച്ചു ചമ്പക്കരയിൽ നിന്ന് വരാനായിട്ട് ഞാൻ നോക്കിയിരിക്കും. കാരണം എനിക്ക് എടുക്കണം, അതിന് വേണ്ടിയിട്ട് ഞാൻ നോക്കിയിരിക്കും. ജോബച്ചൻ്റെ പേരാണ് അവന് ഞാൻ ഇട്ടിരിക്കുന്നത്. അത്രയ്ക്ക് ഒത്തിരി ഇഷ്ടത്തോടെയാണ് ഞാൻ ഇട്ടത്. പിന്നെ വിജിയുടെ മക്കള് പിള്ളേര് അവള് വന്നില്ല. അതെ, അവളാണ് ക്ഷമിക്കണം. 72 വയസ്സ് പൂർത്തിയായി. ജൂലൈ 1-ന് 73-ലേക്ക് കടക്കാണ്. ശരി, ഓർമ്മ പറയുന്നത്. 3ാമത്തെ മകൻ നേഴ്സാണ്. അവൻ ഓസ്ട്രേലിയയിൽ അവനും ഭാര്യയും 3 മക്കളും കഴിയുന്നു. അവന് ഈ അടുത്ത നാളിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തതിന് പിന്നത്തെ മാസം മൂത്ത മകൻ വരും ഈ കൊച്ചിൻ്റെ ആദ്യ കുർബാനയ്ക്ക് വേണ്ടി. ഇവരുടെയും ഞാൻ കൊടുക്കാം. അവർ പറയട്ടെ ബാക്കി കാര്യങ്ങൾ. അച്ഛൻ്റെ പെണ്ണാണ്. അച്ഛൻ്റെ പെണ്ണിൻ്റെ ഹസ്ബൻഡാണ് കറിയാച്ചൻ. 3 ആൻറ്റി പറഞ്ഞിട്ടുണ്ട്. 3 മക്കള് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതെൻ്റെ ചേട്ടൻ ബെന്നിയുടെ വൈഫ് ലിൻസി, ബെറ്റി. ഇവർക്ക് 1 മോളുണ്ട്. അവൾ ഡെലിവറി ആയിട്ട് കിടക്കുകയാണ്. അവൾ ഉച്ചയായി. അവളെ വരാൻ പറ്റിയില്ല. പിന്നെ ഇതെൻ്റെ വൈഫ് ബീന. 2 മക്കളാണ്. എൻ്റെ അന്നക്കുട്ടി ഏഞ്ചൽ എന്ന് പറയും. പിന്നെ ഇവിടെ ഇതുണ്ടാവുക. ഞാൻ ജോലി ചെയ്തത് ബസ് സ്റ്റാൻഡിലേക്കാണ്. ഞാൻ അവിടെ റെഡി വർക്ക് ചെയ്തു. ഞാൻ ഇപ്പോൾ ലീവിന് വന്നാണ്. എനിക്ക് 8 മാസം വന്നെല്ലാം തിരിച്ചു. ചെറുമാറ്റ കോളേജിൽ പഠിക്കുന്നത്. മകളുണ്ടായിരുന്നു. മൂത്ത മകളാണ്. മകളെ വിവാഹം കഴിച്ചു വിട്ടു. അവർക്കൊരു കൊച്ചുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെ. എനിക്കൊരു പെങ്ങളുണ്ട്. ബെറ്റി എന്നാണ്. മൈലപ്പുറയാണ് എന്നെ കെട്ടിച്ചേക്കുന്നത്. അവർക്ക് 3 കുട്ടികളുണ്ട്. മൂത്തതും ഒരു ഇരട്ടയാണ്. ഒരു പെണ്ണുമാണ്.
തങ്കമണി തറവാട്ടിൽ പശുപാപ്പിയുടെ അടുത്ത് ജോബച്ചനും ബെന്നിച്ചനും ബേബിച്ചനും പച്ചപ്പാപ്പിയും കുഞ്ഞുപാപ്പിയും ഒക്കെ ഇരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആശയം ഉരുവിട്ടു. നമുക്ക് ഈ ഒരു കൂട്ടായ്മ ഉണ്ടാകണ്ടേ, അത് ആവശ്യമല്ലേ, അപ്പം നമുക്ക് എല്ലാവർക്കും ഒന്ന് അറിയാലോ, മനസ്സിലാക്കാമല്ലോ എന്നൊരു ചിന്തയോടുകൂടി ഒരു ആശയം രൂപപ്പെട്ടു. ഓക്കെ, നമുക്ക് ചെയ്തേക്കാമെന്ന് എല്ലാവരും ഒരേ അഭിപ്രായത്തോടു കൂടി മുമ്പോട്ട് വന്നു. അതിൻ്റെ ഭാഗമായിട്ട് അന്ന് അവിടെ വെച്ച് രൂപപ്പെട്ടതാണ് ആ കുടുംബയോഗ കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ്. അന്ന് അറിയാവുന്നവരൊക്കെ ആഡ് ചെയ്തു. അതിനുശേഷം കുറേശ്ശെ ആൾക്കാരെ ആഡ് ചെയ്ത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ വന്നിരിക്കുന്നത്. അങ്ങനെ സാധിക്കുന്നിടത്തോളം ആൾക്കാരെയൊക്കെ ബന്ധപ്പെടാനും സംസാരിക്കാനും വിളിക്കാനൊക്കെ പറ്റി. അവരെല്ലാവരും തന്നെ ഇവിടെ എത്താനായിട്ട് അവർ പരിശ്രമിച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ എല്ലാവർക്കും ദൈവത്തിന് നമുക്കിവിടെ ഒരുമിച്ച് കൂടാനായിട്ട് സാധിച്ച നല്ല സർവീസ് നായ ദൈവത്തിന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്.